ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിദിൻ. അങ്ങനെ നമ്മുടെ കേട്ടറ്റിന്റെ മാരത്തോൺ സെഷൻസ് കഴിഞ്ഞു. ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കേട്ടറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. കുട്ടികളാണെങ്കിലും അവരുടെ സിലബസ് അവർ ഓൾമോസ്റ്റ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നാളെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ആയിട്ട്, എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചെറിയൊരു അവയർനെസ് തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്ന കുട്ടികൾക്കാണ് ഈ ഒരു വീഡിയോ കൊണ്ട് കൂടുതലും ഉപകാരം ഉണ്ടാവുക അല്ലേ. ഇപ്പോൾ ഒരു തവണ അല്ലെങ്കിൽ 2 തവണ എക്സാം എഴുതിയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എക്സാം ഏത് രീതിയിലാണ്, അതല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചോദ്യങ്ങൾ വായിക്കേണ്ടത്, എത്ര സമയം എക്സാമിന് കിട്ടുന്നുണ്ട്, ഏത് പെന്നാണ് യൂസ് ചെയ്യേണ്ടത്, ഹാൾ ടിക്കറ്റിൻ്റെ ഒപ്പം എന്തൊക്കെ കരുതണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അല്ലെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങളാണ് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾക്ക് തരാനായിട്ടുള്ള നല്ലൊരു ഉപദേശം എന്ന് പറയുന്നത്, ഉപദേശമാണെന്നോ ഗൈഡൻസ് ആയിട്ട് എന്തായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. അതായത് ആദ്യമായിട്ട് എക്സാം എഴുതുന്ന കുട്ടികൾ എന്നല്ല, എക്സാം എഴുതാൻ പോകുന്ന ആരും തന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ കൂടെ ടെൻഷൻ എന്ന് പറയുന്ന ഒരാളെ കൂടെ കൂട്ടണ്ട. നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ത് ചെയ്യേണ്ടത്, എക്സാം ഹാളിലേക്ക് കയറേണ്ടത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും, ടെൻഷൻ ഉണ്ടാവും അല്ലെ. എക്സാമിന് പോകുമ്പോൾ എന്താവും, എനിക്ക് കറക്റ്റ് സമയത്തിനുള്ളിൽ തന്നെ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, ഞാൻ പഠിച്ചതൊക്കെ തന്നെയാണോ വരിക, ഞാൻ പഠിച്ചത് മറന്നുപോകും, ഇങ്ങനെ പല പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, വെറുതെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പം തന്നെ ഒഴിവാക്കാം. എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ അവിടെയുള്ള 2.5 മണിക്കൂർ നേരം നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് എക്സാം എഴുതിയാൽ മതി. ഞാൻ ഒറ്റയ്ക്കല്ലേ, എന്നാൽ പിന്നെ കൂടെ ടെൻഷനെയും കൂടെ കൂട്ടാം എന്ന് വിചാരിക്കേണ്ട. ടെൻഷൻ ഇപ്പോഴേ നിങ്ങൾ മാറ്റിവെക്കാം. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഈ എക്സാമിന് വരുള്ളൂ. അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ഓർത്തെടുക്കുക. ഈ ഓർത്തെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. നമ്മൾ പഠിച്ച കാര്യം കൂടെ എന്തായിട്ട് മാറും, മറന്നുപോകും. അപ്പോൾ ആ ഒരു അവസ്ഥ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യരുത്. ടെൻഷനെ ആദ്യം തന്നെ അങ്ങോട്ട് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പോകെ എന്ത് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുന്നേ സ്വീകരിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് നിങ്ങൾ എഴുതാനായിട്ട് പോകുന്നത്. അവിടെ നിങ്ങൾക്കറിയാം കേട്ടറ്റ് കാറ്റഗറി 1 ഉണ്ട്, കേട്ടറ്റ് കാറ്റഗറി 2, കേട്ടറ്റ് കാറ്റഗറി 3, കേട്ടറ്റ് കാറ്റഗറി 4, ഇങ്ങനെ 4 കാറ്റഗറികളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ഇതിൽ കേട്ടറ്റ് കാറ്റഗറി 1നും കേട്ടറ്റ് കാറ്റഗറി 2വിനും ഫെബ്രുവരി 21 തീയതിയാണ് എക്സാം വരുന്നത്. മോർണിംഗ് കേട്ടറ്റ് കാറ്റഗറി 1നും ആഫ്റ്റർനൂൺ കേട്ടറ്റ് കാറ്റഗറി 2വിനുമാണ് എക്സാം വരുന്നത്. അപ്പോൾ ഇവിടെ കേട്ടറ്റ് കാറ്റഗറി 1നെ സംബന്ധിച്ചിടത്തോളം 3 പാർട്ടായിട്ടാണ് നമുക്ക് സിലബസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെ. അതില് 3 പാർട്ടില് 5 വിഷയങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അതില് സൈക്കോളജി വരുന്നുണ്ട്, പിന്നെ വരുന്നത് മാത്തമാറ്റിക്സ് ആണ്, സൈക്കോളജി വരുന്നു, മാത്തമാറ്റിക്സ് വരുന്നു, EVS വരുന്നു. അപ്പൊ ഈ ഓരോ വിഷയങ്ങളിൽ നിന്നും 30 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതമാണ് കൊടുക്കുന്നത്. ഇവിടെ കേട്ടറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തില്ല, നെഗറ്റീവ് മാർക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാർക്ക് പോവുക, എനിക്ക് ഈ ഉത്തരം അറിയില്ല, അതുകൊണ്ട് ഞാനിതിനി ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മാർക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ട. ചോദ്യം 1, 2, 3 തവണ വായിച്ചു നോക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഉത്തരം നമുക്ക് മാർക്ക് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ഉത്തരം തെറ്റിപ്പോയാലും എന്ത് വരില്ല, നെഗറ്റീവ് മാർക്ക് വരില്ല. അതുകൊണ്ട് മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മാക്സിമം ഉത്തരം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ വരുന്നതാണ് സെക്കൻഡ് പാർട്ട്, ലാംഗ്വേജ് 1 ആണ്. അവിടെ നിങ്ങൾ ഏതാണോ ലാംഗ്വേജ് 1 ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതാണ് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. പിന്നെ വരുന്നത് ലാംഗ്വേജ് 2 ആണ്. ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് കേട്ടറ്റ് കാറ്റഗറി 1ന് ചോദ്യങ്ങൾ വരുന്നത്. ഇനി കേട്ടറ്റ് കാറ്റഗറി 2വിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇവിടെയും 3 ഭാഗങ്ങളായിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിലെ ആദ്യത്തെ ഭാഗത്ത് സൈക്കോളജി വരുന്നു, 30 മാർക്കിനാണ് സൈക്കോളജി ക്വസ്റ്റ്യൻസ് വരുന്നത്. അതേ ഒരു പാർട്ടിൽ തന്നെയാണ് നമ്മുടെ സബ്ജക്റ്റ് ഏരിയ വരുന്നത് അല്ലെ, സോഷ്യൽ സയൻസ് ഓർ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്. ഇതിൽ നമ്മൾ ഏതാണോ പഠിച്ചിട്ടുള്ളത്, നമ്മൾ ചിലപ്പോൾ സോഷ്യൽ സയൻസ് ആയിരിക്കും പഠിച്ചിട്ടുള്ളത്, നമ്മൾ ചിലപ്പോൾ
മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കുക. ഇത് നമ്മൾ എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചൂസ് ചെയ്തിട്ടില്ല. അത് നമ്മൾ ചൂസ് ചെയ്യുന്നത് എക്സാം ഹാളിൽ വെച്ചിട്ടാണ്. നമുക്ക് OMR ഷീറ്റ് നോക്കാം. അപ്പോൾ OMR ഷീറ്റ് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും നമ്മൾ ചൂസ് ചെയ്ത സബ്ജക്റ്റ് എങ്ങനെ മാർക്ക് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ടത് 3 പാർട്ടാണ്. അതിൽ ആദ്യത്തെ പാർട്ടിൽ സൈക്കോളജിയും പ്ലസ് സബ്ജക്റ്റും വരുന്നു. സെക്കൻഡ് പാർട്ടിൽ വരുന്നത് ലാംഗ്വേജ് 1 ആണ്. ഈ ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2 ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി നമ്മൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അതേ സബ്ജക്റ്റ് അല്ലെങ്കിൽ അതേ ലാംഗ്വേജ് തന്നെയാണ് എക്സാം ഹാളിൽ പോയിട്ട് നിങ്ങൾ ബബിൾ ചെയ്യേണ്ടത്. ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലാംഗ്വേജ് 1 തമിഴാണ് തിരഞ്ഞെടുത്തത്. എന്നാൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ എനിക്കതിൽ മലയാളം ചോദ്യങ്ങൾ ഇഷ്ടമായി. എന്നാൽ പിന്നെ എന്ത് ചെയ്യാം, മലയാളത്തിലെ അല്ലെങ്കിൽ മലയാളം എന്ന് പറയുന്ന കോളത്തിന് നേരെ ബബിൾ ചെയ്യാം, മലയാളം ചോദ്യം വായിച്ചിട്ട് ഉത്തരം എഴുതാം. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ, പാർട്ട് 2ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളം ചോദ്യങ്ങളും ഉണ്ടായിരിക്കും, കന്നഡ, ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിലേതാണോ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ലാംഗ്വേജ് അതിന് മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, അതേ ചെയ്യാൻ പാടുള്ളൂ. ഇനി പാർട്ട് 3 വരുമ്പോൾ അവിടെ ലാംഗ്വേജ് 2 ആണ് വരുന്നത്. ലാംഗ്വേജ് 2 എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ഏതാണോ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്ത അതേ ലാംഗ്വേജ് തന്നെയാണ് എക്സാം ഹാളിൽ ഇരുന്ന് ബബിൾ ചെയ്ത് ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ വരുന്നതാണ് കാറ്റഗറി 3. കാറ്റഗറി 3 എക്സാം നടക്കുന്നത് ഫെബ്രുവരി 23-ക്കാണ് നമ്മുടെ കാറ്റഗറി 3യും കാറ്റഗറി 4 എക്സാമും വരുന്നത്. ഇവിടെയും ചോദ്യങ്ങൾ 3 ഭാഗങ്ങളായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. ആദ്യത്തെ പാർട്ടില് സൈക്കോളജി വരുന്നു, 40 മാർക്ക്. സെക്കൻഡ് പാർട്ടില് ലാംഗ്വേജ് ആണ്. കാറ്റഗറി 3നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ലാംഗ്വേജ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. അത് ഏതാണോ ലാംഗ്വേജ് അത് നമ്മൾ കൃത്യമായിട്ട് ബബിൾ ചെയ്യുക. ആ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വായിച്ച് ആ 30 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാർക്ക് ചെയ്യാം. ഓക്കെ, മൂന്നാമതായിട്ട് വരുന്നത് സബ്ജക്ട് സ്പെസിഫിക് ഏരിയ ആണ്. അവിടെ നമ്മുടെ സബ്ജക്റ്റും സബ്ജക്ട് പെഡഗോജിയുമാണ് വരുന്നത്. 80 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഈ 80 ചോദ്യങ്ങളും മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പൊ കേട്ടറ്റ് എക്സാം എന്ന് പറയുന്നത് നമുക്കറിയാം 150 മാർക്കിലാണ് എക്സാം നടക്കുന്നത്. 150 മിനിറ്റ് നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് തരും. 2.5 മണിക്കൂറാണ് എക്സാം വരുന്നത്. അപ്പൊ ഈ 2.5 മണിക്കൂർ എന്ന് പറയുന്നത് 150 മിനിറ്റ് ആണ് അവിടെ വരുന്നത്. അപ്പൊ ഈ 150 മിനിറ്റിൽ ഓരോ മിനിറ്റിലും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഒരു ചോദ്യം അവിടെ ആൻസർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നത്. നമ്മൾ കുറേ നേരം ഇപ്പോൾ കാറ്റഗറി 1നെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം കുട്ടികളും പറയുന്നത് ടൈം മാനേജ്മെന്റ് ഒരു പ്രശ്നമാണ്. അവിടെ നമുക്ക് മാത്സ് ചെയ്തെത്താനുണ്ട്. അപ്പൊ മാത്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഭൂരിഭാഗം കുട്ടികൾ എന്താണ്, എനിക്ക് മാത്സ് ചെയ്യാൻ കുറച്ച് പാടാണ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എന്നാൽ മാത്സ് പോയി ചെയ്യാം. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സമയം നമ്മൾ മാത്സിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി സബ്ജക്ട്സിന് നമുക്ക് അവിടെ ആൻസർ ചെയ്യാൻ സമയം കിട്ടില്ല. അപ്പൊ 30 മിനിറ്റ് തന്നെയാണ് നിങ്ങൾക്ക് എന്തിനും വരുന്നത്, മാത്സിനും വരുന്നത്. അപ്പൊ മാക്സിമം ആ 30 മിനിറ്റിനുള്ളിൽ തന്നെ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഓരോ ചോദ്യത്തിനും ഓരോ മിനിറ്റ് വീതമാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സമയം ഉണ്ടാവില്ല. ഓക്കെ, ഇനി ക്വാളിഫൈങ് മാർക്സ്, അതായത് കേട്ടറ്റ് എക്സാം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കടമ്പ. അതല്ലാതെ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് അങ്ങനെ ഒരു കാര്യമില്ല. ഇവിടെ നമുക്ക് 60% മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായി, നമ്മൾ കേട്ടറ്റ് എക്സാം പാസ്സായി. അതിനപ്പുറത്തേക്ക് എനിക്ക് ഇത്തവണ കുറച്ച് പാസ്സായിട്ടുണ്ട്, എന്നാൽ കുറച്ച് മാർക്ക് കുറവുണ്ട്, എന്നാൽ പിന്നെ കുറച്ച് മാർക്ക് കൂടുതൽ മേടിക്കാം, അങ്ങനെയുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട. ഇതെന്ത് ചെയ്താൽ മതി, ക്വാളിഫൈ ചെയ്താൽ മതി. കേട്ടറ്റിന് നിങ്ങളുടെ റാങ്ക് എത്രയാണെന്നുള്ള കാര്യങ്ങളൊന്നും ആരും ചോദിക്കില്ല. കേട്ടറ്റ് ക്വാളിഫൈഡ് ആണോ, യെസ് ഓർ നോ, അത്രയിൽ അവിടെ നിന്നു. അപ്പൊ നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് ടെൻഷൻ ആവണ്ട. 60% മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്തായിട്ടുണ്ട്, പാസ്സായിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു കേട്ടറ്റ് എക്സാമിന് എന്തില്ല, നെഗറ്റീവ് മാർക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും ഈ 150 ചോദ്യങ്ങളും ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്കറിയാത്തൊരു കാര്യമായിരിക്കും, നമുക്ക് ആ ചോദ്യം വായിച്ചപ്പോൾ ഇന്നതായിരിക്കും അതിന് ഉത്തരം വരാൻ സാധ്യത എന്നുള്ള രീതിയിൽ നമുക്കൊരു എന്താ പറയുക, ഗസ് ചെയ്യാൻ പറ്റും അല്ലെ. ചിലപ്പോൾ ആ ഗസ്സായിട്ട് എന്തായിട്ട് മാറും, നമുക്ക് 1 മാർക്ക് തരും. അപ്പൊ ഈ 1 മാർക്കിന് 2 മാർക്കിന് കേട്ടിട്ട് ഡിസ്ക്വാളിഫൈ ആയി പോകുന്ന ആളുകളുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ 1 മാർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ കളയണ്ട. അപ്പൊ മോസ്റ്റ് നമുക്ക് ഇതായിരിക്കും ആൻസർ എന്ന് തോന്നുന്ന സംഭവം നിങ്ങൾ എന്ത് ചെയ്യുക,
മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 150 ചോദ്യങ്ങളും വായിച്ചെത്തുക, അതിന് ആൻസർ ചെയ്യാനും പരിശ്രമിക്കുക. ഇനി മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇവിടെ കേട്ടറ്റ് കാറ്റഗറി 1നും കേട്ടറ്റ് കാറ്റഗറി 2വിനും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മലയാളത്തിൽ പഠിച്ചാലും ഇംഗ്ലീഷിൽ പഠിച്ചാലും കുഴപ്പമില്ല. അവിടെ നിങ്ങൾക്ക് മലയാളത്തിലും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, ഇംഗ്ലീഷിലും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഒരു സൈഡില് മലയാളം ചോദ്യങ്ങളും കൊടുക്കും, അതേപോലെ അപ്പുറത്തെ സൈഡിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളും കൊടുക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിൻ്റെ ഒരു മലയാളം വേർഷൻ കൊടുക്കും, തൊട്ടപ്പുറത്ത് തന്നെ അതേ ചോദ്യത്തിന്റെ തന്നെ ഇംഗ്ലീഷ് വേർഷനും അവിടെ കൊടുക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മലയാളമാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ മലയാളം വായിക്കുക. മലയാളം മാത്രം വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ആൻസർ മാർക്ക് ചെയ്യരുത്. എന്തും കൂടെ വായിക്കണം, അതിന്റെ ഇംഗ്ലീഷ് ചോദ്യം കൂടെ വായിക്കണം. കാരണം ചില സിറ്റുവേഷൻസിൽ മലയാളം ചോദ്യം ഒന്ന്, ഇംഗ്ലീഷ് ചോദ്യം വേറെ ഒന്ന്, ആ രീതിയിൽ പോവാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കോൺട്രാഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അവര് സ്വീകരിക്കുന്നത് ഇംഗ്ലീഷിലെ ചോദ്യങ്ങളായിരിക്കും. ഫൈനൽ ആയിട്ട് കൊടുക്കുന്നത് ഇംഗ്ലീഷിലെ ചോദ്യമാണ്. എന്താണോ ഇംഗ്ലീഷിലെ ചോദ്യത്തിന്റെ മീനിങ് ആയിട്ട് വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഉത്തരങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ മലയാളത്തിൽ ഇത് ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, അതിപ്പോ ഇംഗ്ലീഷിൽ ഇങ്ങനെയായതിപ്പോ ഞങ്ങളുടെ കുറ്റമല്ലല്ലോ. പക്ഷെ പരീക്ഷ ഭവന്റെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, അങ്ങനെ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചാലഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ ചാലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവേണ്ടത് എന്താണ്, ഇംഗ്ലീഷാണ്. നിങ്ങൾക്ക് രണ്ടും വായിക്കാം, രണ്ടും തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഫൈനലായിട്ട് നിങ്ങൾ പരിഗണിക്കേണ്ടത് ഇംഗ്ലീഷിലെ ചോദ്യങ്ങളാണ്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. നമുക്കറിയാം ഇപ്പൊ സൈക്കോളജിനെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ തന്നെ EVS-ലൊക്കെ നമുക്ക് ടേംസിൽ വ്യത്യാസങ്ങൾ വരും. അപ്പൊ ടേംസ് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും, ഇവർ അതാണോ ഇതാണോ ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ കൂടുതൽ നേരം ചിന്തിച്ചിരിക്കരുത്. 1 മിനിറ്റേ സമയമുള്ളൂ. ഉടനെ തന്നെ തൊട്ടപ്പുറത്ത് കൊടുത്തിട്ടുള്ള ഇംഗ്ലീഷ് ചോദ്യം വായിക്കുക, ഉത്തരം എഴുതാം. ഇനി കേട്ടറ്റ് 3നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇംഗ്ലീഷിൽ മാത്രമേ ചോദ്യങ്ങളുള്ളൂ. ജനറൽ ഏരിയ ആണെങ്കിലും നിങ്ങളുടെ സബ്ജക്ട് സ്പെസിഫിക് ഏരിയ ആണെങ്കിലും അവിടെ എന്ത് മാത്രമേ ഉള്ളൂ, അവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ മാത്രമേ ചോദ്യങ്ങൾ കാണാൻ പറ്റുള്ളൂ. ഇനി ലാംഗ്വേജ്, അത് നിങ്ങൾ ഏതാണോ ചൂസ് ചെയ്തത്, മലയാള ലാംഗ്വേജ് ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഒരു ഭാഗത്തെ 30 ചോദ്യം നിങ്ങൾക്ക് മലയാളത്തിൽ കാണാൻ പറ്റും. അതർവൈസ് ബാക്കി എല്ലാ ഭാഗങ്ങളും ഇംഗ്ലീഷിലായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഇൻസ്ട്രക്ഷൻസ്, ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇവിടെ നമുക്ക് ഹാൾ ടിക്കറ്റിനോടൊപ്പം, ഹാൾ ടിക്കറ്റ് ഇപ്പോൾ ഭൂരിഭാഗം എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി ആരെങ്കിലും അത് ഡൗൺലോഡ് ചെയ്തിട്ടില്ല, എക്സാമിൻ്റെ അന്ന് രാവിലെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. നിങ്ങൾ ഇതുവരെ ആയിട്ടും ഹാൾ ടിക്കറ്റ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അഡ്മിറ്റ് കാർഡ് എടുത്ത് നോക്കുമ്പോൾ അതിൽ എക്സാമിൻ്റെ ടൈം ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് എവിടെയാണ് എക്സാം എഴുതാനായിട്ടുള്ള സെൻറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിനോടൊപ്പം തന്നെ ചില ജനറൽ ഇൻസ്ട്രക്ഷൻസും കൊടുക്കും. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യണം, നല്ല പോലെ വായിച്ചു നോക്കണം. അത് എക്സാം ഹാളിൽ ഇരുന്നിട്ടല്ല വായിക്കേണ്ടത്, എക്സാമിന് പോകുന്നതിന് മുന്നെയാണ് വായിക്കേണ്ടത്. അപ്പോൾ എക്സാം സെന്റർ ഏതാണെന്ന് മനസ്സിലാക്കുക. എക്സാം സെന്റർ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്ത് നിന്ന് കുറച്ച് അകലെയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ടൈം പ്ലാൻ ചെയ്യാം. 1/2 മണിക്കൂർ മുന്നേ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, എക്സാം സെന്ററിൽ എത്തിയിട്ടുണ്ടായിരിക്കണം. 10 മണിക്കാണ് എക്സാമിന് ടൈം കൊടുത്തിട്ടുള്ളതെങ്കിൽ 9:30 നിങ്ങൾ എക്സാം സെന്ററിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലാതെ 10 മണിക്കല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എക്സാം സെന്ററിൽ എത്തേണ്ടത്. 1/2 മണിക്കൂർ മുന്നേ നിങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരിക്കണം. ഇനി the candidate should not bring any other paper except the admit card in the examination center. നിങ്ങൾ എക്സാം ഹാളിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തു മാത്രമേ വേണ്ടൂ, പേപ്പർ ഐറ്റം ആയിട്ട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് മാത്രം മതി. എനിക്ക് കുറെ കണക്കൊക്കെ ചെയ്യാണ്ട്, അതുകൊണ്ട് ഞാൻ 2-3 പേപ്പർ എക്സ്ട്രാ കൈ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കയറ്റില്ല. ആകെ കൂടെ അഡ്മിറ്റ് കാർഡും അതേപോലെ തന്നെ പെന്നുമാണ് നമ്മളുടെ കൂടെ അകത്തേക്ക് കയറ്റുന്നത്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പേപ്പർ ആയിട്ട് കരുതിയാൽ മതി. നമുക്ക് ചെയ്യാനായിട്ടുള്ള വർക്ക്ഷീറ്റും കാര്യങ്ങളൊക്കെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും. അതിന് അഡീഷണൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, പേപ്പർ ഒന്നും തന്നെ കരുതണ്ട. ഇനി അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ്, എന്തെങ്കിലും അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എക്സാം ഹാളിൽ ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ടിൽ അവരെന്ത് ചെയ്യും,
അവർ പറയും ഇറങ്ങിപ്പോക്കോ, ഇനി നിങ്ങൾ എക്സാം എഴുതണ്ട. അവിടെ നിങ്ങൾ തീരുമാനിച്ചോ, നിങ്ങൾ അവിടെ എന്തായിട്ടുണ്ട്, ഡിസ്ക്വാളിഫൈ ആയിട്ടുണ്ട്. അപ്പൊ ആ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട. തൊട്ടപ്പുറത്തിരിക്കുന്ന കുട്ടിയുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ പറഞ്ഞു നോക്കാം. അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ, എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോഴേ വിചാരിച്ചോ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആയിരിക്കും. ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2.5 മണിക്കൂറാണ് എക്സാം വരുന്നത്. അപ്പൊ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എക്സാം ആണെങ്കിൽ അത് 12:30 ആകുമ്പോഴാണ് അതിന്റെ എൻഡ് ടൈം വരുന്നത്. ആ എൻഡ് ടൈമിന് മുന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാം ഹാളിൽ നിന്ന് ലീവ് ചെയ്യാനായിട്ട് പറ്റില്ല. 10 മണിക്ക് എക്സാം തുടങ്ങി 12-12:15 ആകുമ്പോഴത്തേക്കും എക്സാം കഴിഞ്ഞു, എന്നാ പിന്നെ പേപ്പർ അവിടെ വെച്ചിട്ട് പോവാം. അങ്ങനെ ഒരു രീതി എവിടെ ഇല്ല, കേട്ടറ്റ് എക്സാമിനില്ല. 12:30 വരെയും 2.5 മണിക്കൂർ നേരം നിങ്ങൾ എക്സാം ഹാളിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് പുറത്തു പോവാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. ഇനി കാൽക്കുലേറ്റിംഗ് ഡിവൈസസ് ഒന്നും തന്നെ നമുക്ക് എക്സാം ഹാളിലേക്ക് കയറ്റാനായിട്ട് പറ്റില്ല. അതിനോടൊപ്പം തന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള ഉപകരണങ്ങൾ, സ്മാർട്ട് വാച്ച് ആയിരിക്കാം, ബ്ലൂടൂത്ത് ഡിവൈസ് ആയിരിക്കാം, ഇതൊന്നും തന്നെ എന്തല്ല, നമുക്ക് എക്സാം ഹാളിൽ കയറ്റാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. ഇനി വാച്ചിന്റെ കേസാണ് ഭൂരിഭാഗം കുട്ടികളും ചോദിക്കുന്നത്. വാച്ചിന്റെ കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഇൻവിജിലേറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ചില ഇൻവിജിലേറ്റേഴ്സ് കുഴപ്പമില്ല, സാധാരണ വാച്ചൊക്കെ ആണെങ്കിൽ അവരത് എന്ത് ചെയ്യും, അത് എക്സാം ഹാളിലേക്ക് എൻ്റർ ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നം വരില്ല. പക്ഷെ ചില ഇൻവിജിലേറ്റേഴ്സ് വാച്ച് പോലും എന്ത് ചെയ്യില്ല, അകത്തേക്ക് കടത്തില്ല. കാരണം അവിടെ ഓൾറെഡി നമുക്ക് എന്തുണ്ട്, ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും അവിടെ വാർണിംഗ് ബെല്ല് വരും. അപ്പൊ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. ഇനിയിപ്പോൾ വാർണിംഗ് ബെല്ല് വന്നില്ലെങ്കിൽ തന്നെ, ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാം ടെൻഷനിലാണ്, നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വാർണിംഗ് ബെല്ല് കേൾക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഹാൻഡ് ഒന്ന് റൈസ് ചെയ്തതിന് ശേഷം ഇൻവിജിലേറ്റർ അടുത്തൊന്ന് ചോദിക്കാം, സാറേ സമയം എത്രയായി. അവരത് പറഞ്ഞു തരും. അവര് നമുക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടി നിൽക്കുന്നവരാണ്, അല്ലാതെ നമ്മളെ പേടിപ്പിക്കാൻ നിൽക്കുന്നവരല്ല. അപ്പൊ ആദ്യമായിട്ട് എക്സാം എഴുതുന്ന കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻവിജിലേറ്റർ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അതിനൊന്നും ചോദിക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് സമയം പറഞ്ഞു തരാനായിട്ട് നമ്മളെ പരീക്ഷയിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരാണ് ഇൻവിജിലേറ്റേഴ്സ്. അപ്പൊ അവരുടെ അടുത്ത് നമുക്ക് വേണമെങ്കിൽ സമയം ചോദിക്കാം. അപ്പൊ എനിക്ക് വാച്ച് ഉണ്ടെങ്കിലേ ഞാൻ അകത്ത് കയറുള്ളൂ, എന്നാലേ ഞാൻ എക്സാം എഴുതുന്ന വാശി പിടിച്ചു കഴിഞ്ഞാൽ അവർ പറയും എന്നാ മോള് പരീക്ഷ എഴുതണ്ട, പുറത്ത് നിന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ചില ടീച്ചേഴ്സ്, ചില ഇൻവിജിലേറ്റേഴ്സ് സമ്മതിക്കും, ചില ആളുകൾ അത് സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴും അല്ലെങ്കിൽ വാർണിംഗ് ബെല്ല് കേൾക്കാത്ത സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻവിജിലേറ്റേഴ്സിന്റെ അടുത്ത് ചോദിക്കാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ബുക്ക്ലെറ്റ്, അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്ലെറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഇവിടെ 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമുക്ക് മെയിൻ ആയിട്ടും വരുന്നത്. ഓക്കെ, 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, കോഡ് എ, കോഡ് ബി, കോഡ് സി, കോഡ് ഡി, ഇങ്ങനെ 4 കോഡുകളിലായിട്ട് 4 സെറ്റുകളുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഉണ്ടായിരിക്കുക. അപ്പൊ എനിക്ക് കിട്ടിയത് സെറ്റ് എ ആയിരിക്കും, എന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ സെറ്റ് ബി ആയിരിക്കും. ഇനി തൊട്ട് പുറകിലോട്ട് വരുമ്പോൾ സെറ്റ് സി ആണ്, അത് കഴിഞ്ഞ് സെറ്റ് ഡി വരും, പിന്നെയാണ് എന്ത് വരുന്നത്, സെറ്റ് എ. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഈ 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കുട്ടികൾക്ക് കൊടുത്തു പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ഉറപ്പാക്കേണ്ടത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് എന്താണോ ആ സെയിം കോഡിലുള്ള ആൻസർ ഷീറ്റ് ആയിരിക്കും, OMR ഷീറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ കോഡ് ബി ആയിരിക്കും, പക്ഷെ OMR ഷീറ്റ് വരുന്നത് എ ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ്, പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, മിസ്മാച്ച് വരും. അപ്പൊ നമ്മളവിടെ എന്തായിട്ട് മാറും, ഫെയിൽ ആയിട്ട് മാറും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉറപ്പാക്കേണ്ടത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിന്റെ കോഡും പ്ലസ് നമ്മുടെ OMR ഷീറ്റിന്റെ കോഡും സെയിം ആണെന്ന് ഉറപ്പാക്കണം. ഇനി നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, 3 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കൊടുക്കുന്നത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. നമ്മൾ ഏറ്റവും ആദ്യം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയ സമയത്ത് നമ്മൾ പറഞ്ഞു 3 പാർട്ടുകളെന്ന്. ആ 3 പാർട്ടുകളിലായിട്ടാണ് നമുക്ക് എന്ത് കൊടുക്കുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നത്. കാൻഡിഡേറ്റ്സ് ഷുഡ് എൻഷുവർ ദാറ്റ് ദേ ഗെറ്റ് ദ സെയിം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫോർ ഓൾ ദ പാർട്സ്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണിത്. എനിക്ക് ആദ്യത്തെ പാർട്ട് കിട്ടിയത് 3 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക നമ്മൾ പറഞ്ഞു. അതിൽ എനിക്ക് ആദ്യത്തെ പാർട്ട് കിട്ടിയത് കോഡ് ബി ആണ്, രണ്ടാമത്തെ പാർട്ട് കിട്ടിയപ്പോൾ കോഡ് സി ആയി. അങ്ങനെ വന്നു കഴിഞ്ഞാലും അവിടെ എന്ത് വരും, മിസ്മാച്ച് വരും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കോഡ് സെയിം ആണെന്ന് ഉറപ്പാക്കണം. പാർട്ട് 1 ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിന്റെ കോഡ് എ ആയിരുന്നു, പാർട്ട് 2ന്റെയും എ ആയിരിക്കണം, പാർട്ട് 3യുടെയും കോഡ് എ ആയിരിക്കണം. OMR ഷീറ്റിന്റെ കോഡും ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ,
ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തുണ്ടായിരിക്കും? ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അതിനോടൊപ്പം തന്നെ അതൊന്ന് ഫുള്ള് ആയിട്ടൊന്ന് മറിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് ഒരു ബുക്ക്ലെറ്റ് ആയിട്ടാണ് കിട്ടുക. അപ്പം അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? ഒന്ന് മറിച്ചു നോക്കുക. ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റാത്ത രീതിയിലുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പേജിൽ നിറയെ എന്തുണ്ടാവില്ല, ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ പ്രിന്റ് ആയിട്ട് വന്നിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ഏറ്റവും ആദ്യം കണ്ടെത്തി ആരെ ഇൻഫോം ചെയ്യണം? ഇൻവിജിലേറ്ററിനെ ഇൻഫോം ചെയ്യണം. അപ്പം അങ്ങനെ ഇൻവിജിലേറ്ററിനെ ഇൻഫോം ചെയ്യുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്തോളും? സെയിം കോഡിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് തരും. അപ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് കിട്ടിയ വഴിക്ക് എന്ത് ചെയ്യല്ല, ആൻസർ ചെയ്യാനുള്ള തിരക്കിലല്ല പോവേണ്ടത്. മറിച്ച് ആ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് എന്ത് ചെയ്യണം? എല്ലാം പോയി ഒന്ന് മറിച്ചു നോക്കണം. അതിന് ഡിഫക്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഉറപ്പാക്കണം. ചോദ്യങ്ങൾ കറക്റ്റ് എണ്ണം അതിലുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഉറപ്പാക്കണം. ഓക്കെ. ഇനി ടെക്സ്റ്റ് ബുക്ക്ലെറ്റിന്റെ ഫ്രണ്ടിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഫ്രണ്ട് പേജിൽ നിങ്ങൾക്ക് സൈൻ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തല്ല സൈൻ ചെയ്യേണ്ടത്. നിങ്ങളുടെ സിഗ്നേച്ചർ കൊടുക്കാനായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ടായിരിക്കും. ആ പ്ലേസിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സിഗ്നേച്ചർ കൊടുക്കേണ്ടത്. ഓക്കെ. ഇനി വരുന്നതാണ് candidates find any defect in the text booklet, he or she would request the invigilator or change the same before writing any particulars. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എക്സാം എഴുതുന്നതിന് മുന്നെയാണ് ഡിഫക്റ്റ് കണ്ടുപിടിക്കേണ്ടതും അത് ഇൻവിജിലേറ്ററിന് ഇൻഫോം ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് മാറ്റേണ്ടതും. അപ്പൊ ആ കാര്യം കൂടി എന്ത് ചെയ്യണം? നിങ്ങൾ ഉറപ്പാക്കണം. ഇനി ആൻസർ ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ OMR ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് അല്ലെ. OMR ഷീറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആൻസറുകളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ OMR ഷീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതെന്താണ്? പേപ്പർ പെൻ എക്സാം ആണ് നടക്കുന്നത്. ഒരു തവണ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഒരു ഓൺലൈൻ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉത്തരങ്ങൾ മാറ്റാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ 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 ലിമിറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലപോലെ ചോദ്യം വായിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ ആൻസർ ബബിൾ ചെയ്യുക. ഇനി ബബിൾ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ 4 സർക്കിൾസ് ആണ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ നിങ്ങളുടെ ആൻസർ A ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? A ഭാഗത്തുള്ള ഈ ഒരു സർക്കിള് ഫുള്ളായിട്ട് കളർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിന്റെ പകുതി ഭാഗമോ അല്ലെങ്കിൽ അതിൽ ഒരു ടിക്ക് മാർക്കോ ഒന്നുമല്ല നിങ്ങൾ കൊടുക്കേണ്ടത്. കറക്റ്റ് സർക്കിളായിട്ട് തന്നെ എന്ത് ചെയ്യണം? ഫുള്ളായിട്ട് അത് നിങ്ങൾ ബബിൾ ചെയ്യണം. എങ്കിലാണ് അത് കറക്റ്റ് ആൻസർ ആയിട്ട് വാല്യൂ ചെയ്യപ്പെടുന്നത്. ഇനി ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബ്ലാക്ക് ഓർ ബ്ലൂ ബോൾ പോയിന്റ് പെന്ന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ജെൽ പെന്ന് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇവിടെ ബ്ലാക്ക് ഓർ ബ്ലൂ ബോൾ പോയിന്റ് പെന്ന് മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളത്. ഓക്കെ. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൻസർ ഷീറ്റിൽ എന്തെങ്കിലും ഡിഫക്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ഇൻവിജിലേറ്റർ അടുത്ത് പറയണം. ഇനി ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യണം? ആ ആൻസർ ഷീറ്റ് മാറ്റി മേടിക്കണം. ഓക്കെ. അപ്പോൾ ഈ ആൻസർ ഷീറ്റിലാണ് അല്ലെങ്കിൽ നമ്മുടെ ആൻസർ ഷീറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക? വളരെ ശ്രദ്ധിച്ചു മാത്രം നിങ്ങൾ കൊടുക്കുക. ഒരു ചോദ്യത്തിന് ഒരു തവണ ആൻസർ ചെയ്താൽ മതി. ഒന്നിൽ കൂടുതൽ ആൻസർ വന്നു കഴിഞ്ഞാൽ അത് വാല്യൂ ചെയ്യില്ല. പിന്നെ ഇതാണ് നമ്മുടെ OMR ഷീറ്റിന്റെ ഒരു മാതൃക എന്ന് പറയുന്നത്. ആദ്യമായിട്ട് എക്സാം എഴുതുന്ന കുട്ടിയാണെങ്കിൽ അവരാദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു OMR ഷീറ്റ് കാണുന്നത്. അപ്പോൾ OMR ഷീറ്റ് ഇതിപ്പോൾ കാറ്റഗറി 1ന്റെ OMR ഷീറ്റാണ് വരുന്നത്. ഇതിൽ ആദ്യം തന്നെ നമ്മുടെ എക്സാം ഏതാണെന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് റോൾ നമ്പർ, നമ്മുടെ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോ ബ്ലോക്കിലും നിങ്ങളുടെ ഓരോരോ ലെറ്റർ വീതമാണ് കൊടുക്കേണ്ടത്. ഇനി അതിന് താഴത്തോട്ട് വരുമ്പോൾ റോൾ നമ്പർ മാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കും. അപ്പൊ റോൾ നമ്പർ നമ്മുടെ അഡ്മിറ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ റോൾ നമ്പർ ഉണ്ടായിരിക്കും. ഇനി ബുക്ക്ലെറ്റ് നമ്പർ എന്താണെന്ന് നമ്മുടെ ബുക്ക്ലെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ആ നമ്പർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് രണ്ടും ആദ്യം എന്ത് ചെയ്യണം? ഏറ്റവും ആദ്യം തന്നെ നമ്പർ എഴുതി വെക്കുക. നമ്പർ എഴുതി വെച്ചതിന് ശേഷം മാത്രം അതിന് താഴത്തേക്ക് ഏതാണോ നമ്പർ എന്നത് നോക്കിയിട്ട് ബബിൾ ചെയ്ത് പോവാം. അല്ലാതെ ബബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്പർ എഴുതാൻ നിൽക്കണ്ട. നമ്പർ എഴുതി അതിന് താഴത്തോട്ട് എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ബബിൾ ചെയ്താൽ മതി. ഇനി സെറ്റ്, നിങ്ങൾക്ക് ഏതാണോ സെറ്റ് കിട്ടിയിട്ടുള്ളത്, ചിലപ്പോൾ കോഡ് A ആയിരിക്കും, B ആയിരിക്കും, C ആയിരിക്കും, D ആയിരിക്കും. അപ്പൊ ഏതാണോ ആ കോഡ് സെലക്ട് ചെയ്തിട്ട് അതെന്ത് ചെയ്യണം?
അതിവിടെ എഴുതും കൂടി വേണം. ഓക്കെ, എഴുതിയാൽ മാത്രം പോരാ, ബബിൾ ചെയ്യാൻ വേണം. ഇനി അതിന് തൊട്ടപ്പുറത്തായിട്ട് 2 സിഗ്നേച്ചറിന്റെ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഇവിടെ കാൻഡിഡേറ്റിന്റെ സിഗ്നേച്ചറും വേണം, ഇൻവിജിലേറ്ററിന്റെ സിഗ്നേച്ചറും വേണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻവിജിലേറ്റർ നമ്മുടെ OMR ഷീറ്റ് ചെക്ക് ചെയ്യാനായിട്ട് വരും. ആ ചെക്ക് ചെയ്യാൻ വരുമ്പോൾ അവർ എന്ത് ചെയ്യും, അവരവിടെ സൈൻ ചെയ്യും. അപ്പോൾ തന്നെ അവർ നമ്മളുടെ അടുത്തും പറയും എന്ത് ചെയ്തോളൂ, സൈൻ ചെയ്തോളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, സൈൻ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ആൻസറിന്റെ ഭാഗത്തോട്ട് പോരുമ്പോൾ നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ടും 3 ഭാഗങ്ങളായിട്ടാണ് എന്ത് വരുന്നത്, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് വരുന്നത്. 3 ഭാഗങ്ങളായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ ആദ്യത്തെ ഭാഗത്ത് കേട്ടിട്ട് കാറ്റഗറി 1നെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജി ക്വസ്റ്റ്യൻസ് വരുന്നു 1 മുതൽ 30 വരെ. 31 മുതൽ ഏകദേശം ഒരു 60 വരെ വരുന്നത് മാത്തമാറ്റിക്സ് ആണ്. 61 മുതൽ 90 വരെ വരുന്നത് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്. PVS വന്നു, മാത്സ് വന്നു, സൈക്കോളജി വന്നു. ഇപ്പൊ സാധാരണഗതിയിൽ സൈക്കോളജിനെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം എല്ലാ ആളുകളും എന്ത് ചെയ്യും, 30 മിനിറ്റിനുള്ളിൽ തന്നെ സൈക്കോളജി കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് വരുന്നത് മാത്സ് ആണ്. അപ്പൊ മാത്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പെട്ടെന്ന് വായിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റില്ല. അവിടെയാണ് നമുക്ക് സമയം പോവുക. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 40-45 മിനിറ്റ് അത്രയും മാർക്ക് കൊടുത്താൽ മതി, മാത്സിന് കൊടുത്താൽ മതി. കാരണം ഭൂരിഭാഗം കുട്ടികളും ഈ മാത്സ് എന്ത് ചെയ്യും, ഇങ്ങനെ ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി കുറേ നേരം ഇരിക്കും. അപ്പൊ അവസാനമൊക്കെ എത്തുമ്പോഴേക്കും നമ്മുടെ ലാംഗ്വേജ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും, നമുക്ക് വായിക്കാൻ പോലുമുള്ള സമയം അവിടെ കിട്ടില്ല. അപ്പൊ 45 മിനിറ്റ് ഒക്കെ മാത്സിന് കൊടുക്കുക. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ചോദ്യങ്ങൾ അവിടെ വെക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ഒടുവിൽ നമുക്ക് സമയം വരും. ആ സമയം വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള മാത്സിന്റെ ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇനി എൻവയോൺമെന്റൽ സ്റ്റഡീസ് വരുന്നു. ഇത് 3ഉം ചേർന്നിട്ടാണ് പാർട്ട് 1 എന്ന് പറയുന്നത്. ഓരോ ചോദ്യവും വായിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, മാർക്ക് ചെയ്യാനായിട്ട്. ഇനി പാർട്ട് 2വിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരും. പാർട്ട് 2വിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് എന്ന് പറയുമ്പോൾ അതിൽ മലയാളം ചോദ്യങ്ങളും ഉണ്ടായിരിക്കും, തമിഴ് ചോദ്യങ്ങളും ഉണ്ടായിരിക്കും, കന്നഡ ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. ഇതിലേതാണോ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് അത് മാത്രം ബബിൾ ചെയ്യുക. അത് ബബിൾ ചെയ്തിട്ട് ആ ചോദ്യങ്ങൾ വായിച്ചിട്ടാണ് ഇവിടെ ആൻസർ ചെയ്യേണ്ടത്. ബബിൾ ചെയ്തതൊന്ന്, ആൻസർ ചെയ്തത് വേറെ ഒന്നായി കഴിഞ്ഞാൽ അവിടെ മിസ്മാച്ച് വരും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി പാർട്ട് 3നെ സംബന്ധിച്ചിടത്തോളം അവിടെയും ലാംഗ്വേജ് ആണ് വരുന്നത്. ഏത് ലാംഗ്വേജ് ആണോ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ആ ലാംഗ്വേജ് മാർക്ക് ചെയ്തിട്ട് അതിന്റെ ചോദ്യങ്ങൾ വായിച്ച് അതിന്റെ ഉത്തരം എഴുതുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കേട്ടറ്റ് കാറ്റഗറി 1ന്റെ OMR എന്ന് പറയുന്നത്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, തെറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ റബ്ബറോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യും, മായ്ക്കാനായിട്ട് നോക്കും. അങ്ങനെ ചെയ്യുമ്പോൾ OMR ഷീറ്റ് എന്തായിട്ട് മാറും, അതിൽ ഹോള് വരും അല്ലേ. നമുക്കറിയാം പെണ്ണുകൊണ്ട് മാർക്ക് ചെയ്യുന്ന കാര്യമാണ്. റബ്ബർ വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എന്തായിട്ട് മാറണമെന്നില്ല, നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലൂടെ എത്തണമെന്നില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് നമ്മുടെ ആൻസർ ഷീറ്റിന് വന്നു കഴിഞ്ഞാൽ അത് ഡിസ്ക്വാളിഫൈ ആയിട്ടാണ് വരിക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ എന്ത് ചെയ്യരുത്, എക്സാം ഹാളിൽ വെച്ചിട്ട് ചെയ്യരുത്. ഇനി കേട്ടറ്റ് കാറ്റഗറി 2ന് ഇതേപോലെ തന്നെയാണ്. നെയിം കൊടുക്കുക, നമ്മുടെ റോൾ നമ്പർ, ബുക്ക്ലെറ്റ് നമ്പർ കൊടുക്കുക, ഏത് സെറ്റ് ആണെന്നുള്ളത് കൊടുക്കുക, സിഗ്നേച്ചർ കൊടുക്കുക. ഇനി ഇവിടെ 3 പാർട്ടാണ് വരുന്നത്. ആദ്യത്തെ പാർട്ടില് നമുക്ക് സൈക്കോളജി പെഡഗോജി പ്ലസ് അതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ് നമ്മുടെ സബ്ജക്റ്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ 1 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങൾ സൈക്കോളജി ആയിരിക്കും. 31 മുതൽ ഏകദേശം ഒരു എത്രയാണ് 90 വരെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ സബ്ജക്ട് സ്പെസിഫിക് ഏരിയ ആയിരിക്കും. പിന്നെ വരുന്ന 91 മുതലുള്ള ചോദ്യങ്ങൾ പാർട്ട് 2, അതായത് ലാംഗ്വേജ് 1 ആയിരിക്കും. പാർട്ട് 3 എന്ന് പറയുന്നത് ലാംഗ്വേജ് 2 ആണ്. അങ്ങനെ 150 ചോദ്യങ്ങൾ. ഏതാണോ ലാംഗ്വേജ് അത് മാർക്ക് ചെയ്യുക. അത് മാർക്ക് ചെയ്തിട്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ബാക്കി ലാംഗ്വേജസിന്റെയും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഏതാണോ നിങ്ങളെ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുത്തത് അത് മാത്രം വായിച്ച് ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി കേട്ടറ്റ് 3ലും ഇതേപോലെ തന്നെയാണ്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ഇവിടെ പാർട്ട് 1 എന്ന് പറയുന്നത് സൈക്കോളജി ആണ്. 1 മുതൽ 40 വരെ ചോദ്യങ്ങൾ സൈക്കോളജി ആണ്. നല്ലപോലെ വായിച്ച് ഓരോ ചോദ്യത്തിനും അതിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ കൊടുക്കുക. പാർട്ട് 2 എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. അവിടെ നമുക്ക് 30 ചോദ്യങ്ങളാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞതുപോലെ തന്നെ ലാംഗ്വേജ് ഏതാണെന്ന് എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം കേട്ടോ. പിന്നെ പാർട്ട് 3യിലോട്ട് വരുമ്പോൾ ഏതാണോ നമ്മുടെ സബ്ജക്ട് സ്പെസിഫിക് ഏരിയ, ഇറ്റ് മേ ബി ഫിസിക്കൽ സയൻസ് ഓർ നാച്ചുറൽ സയൻസ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, സോഷ്യൽ സയൻസ്, ഏതൊക്കെ ആയിരിക്കാം. അപ്പൊ ഏതാണോ നമ്മുടെ സ്പെസിഫിക് ഏരിയ അത് മാർക്ക് ചെയ്യുക. അതിലെ ചോദ്യങ്ങൾക്കും പിന്നെ നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് OMR ഷീറ്റിന്റെ സ്ട്രക്ചർ വരുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യമായിട്ട് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ആണ് ഇത് എന്തായിട്ട് വരിക,
നമ്മൾ ആദ്യമായിട്ടാണല്ലോ, അപ്പോൾ ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ അത് നല്ലപോലെ മനസ്സിലാക്കുക. എന്ത് ഡൗട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒറ്റയ്ക്ക് തീരുമാനം എടുക്കണ്ട. നിങ്ങൾ ഇൻവിജിലേറ്റർ അടുത്ത് ചോദിക്കുക, സാർ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, എന്താണ് ചെയ്യാം. അപ്പോൾ അവർ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നൽകും. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു എക്സാമിന് പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് നമ്മൾ അഡ്മിറ്റ് കാർഡ് കൈപിടിക്കുക എന്നുള്ളത്, അല്ലെ? ഹാൾ ടിക്കറ്റ്, ഒരു പ്രിന്റഡ് ഹാൾ ടിക്കറ്റ്. നമ്മുടെ പരീക്ഷാ ഭവന്റെ സൈറ്റിൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തതിൻ്റെ ഒരു പ്രിന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഉണ്ടാവേണ്ടത് ഒറിജിനൽ വാലിഡ് ഫോട്ടോ ID കാർഡാണ്. അതായത് സാധാരണഗതിയിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ അഡ്മിറ്റ് കാർഡിൽ വന്നിട്ടുള്ള ഹാൾ ടിക്കറ്റിൽ വന്നിട്ടുള്ള ഫോട്ടോ പതിച്ചിട്ടുള്ള ഒരു ID പ്രൂഫാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഫോട്ടോ പുതിയതായിരിക്കും, ആ ഫോട്ടോ വെച്ചിട്ടുള്ള ID പ്രൂഫ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ID പ്രൂഫ് കൈപിടിക്കുക. ഇറ്റ് മേ ബി ആധാർ കാർഡ്, പാൻ കാർഡ്, ലൈസൻസ് ഓർ പാസ്പോർട്ട്, എന്ത് വേണമെങ്കിലും കൈപിടിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫോട്ടോയും കൂടെ കൈപിടിച്ചേക്കാം. ഇപ്പം അവരെങ്ങാനും ചോദിക്കുകയാണ് ഇതേ ഫോട്ടോ അല്ലല്ലോ ഇതിലെന്ന് പറയുമ്പോൾ നിങ്ങളടുത്ത് പറയാം ഈ ഫോട്ടോ പതിച്ചിട്ടുള്ള ID പ്രൂഫ് ഇല്ല, ഒരു ഫോട്ടോ അതിന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോയും കൈപിടിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ID പ്രൂഫ്, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഏത് ID പ്രൂഫാണോ കൊടുത്തിട്ടുള്ളത് അത് കൈപിടിക്കുന്നതാണ് അനുയോജ്യം. പിന്നെ വരുന്നതാണ് എക്സാം സെന്ററിലോട്ട് കറക്റ്റ് സമയത്ത് എത്തുക എന്നുള്ളത്. കറക്റ്റ് സമയം എന്ന് പറയുമ്പോൾ 10 മണിക്ക് എക്സാമിന് 10 മണിക്കല്ല എത്തേണ്ടത്. 10 മണിക്കാണ് എക്സാം എങ്കിൽ 9:30 നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. 30 മിനിറ്റ് മുന്നേ നിങ്ങൾ എക്സാം സെന്ററിൽ എത്തിയിട്ടുണ്ടായിരിക്കണം. ലേറ്റ് എൻട്രി ഈസ് പ്രൊഹിബിറ്റഡ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. ലേറ്റ് ആയിട്ടാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടില്ല, എൻട്രി കിട്ടില്ല. നമ്മൾ അത്രയും നാൾ പഠിച്ചതാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ചെറിയൊരു അശ്രദ്ധ മൂലം എന്ത് ചെയ്യരുത്, ആ ചാൻസ് നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് ഈ എക്സാം സെന്ററിലേക്ക് കുറച്ച് ദൂരേ ഉള്ളൂ എന്ന് പറഞ്ഞ് അതിന് തൊട്ട് മുന്നേ ഇറങ്ങാൻ നിൽക്കണ്ട. എന്തെങ്കിലും കഷ്ടകാലത്തിന് വല്ല ട്രാഫിക് ബ്ലോക്കോ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആകെ അവതാളത്തിലാവും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക, കുറച്ച് നേരത്തെ അങ്ങോട്ട് എത്തിക്കോട്ടെ, അവിടെ ഇരുന്ന് നമുക്ക് പഠിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് വെക്കാം. 30 മിനിറ്റ് ആക്കേണ്ട ഒരു 45 മിനിറ്റ് മുന്നേ നിങ്ങൾ എന്ത് ചെയ്തോളൂ, എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോളും. പിന്നെ വരുന്നതാണ് പ്രൊഹിബിറ്റഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. നമുക്ക് ഇവിടെ മൊബൈൽ ഫോൺസ്, സ്മാർട്ട് വാച്ചസ്, കാൽക്കുലേറ്റേഴ്സ്, ബ്ലൂടൂത്ത് ഡിവൈസസ്, എനി ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആർ സ്ട്രിക്ട്ലി ബാൻഡ്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ അവർ കയറ്റില്ല. വാച്ചിന്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞു, സാധാരണ ഒരു വാച്ചാണെങ്കിൽ അത് കയറ്റാറുണ്ട്. പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഇൻവിജിലേറ്റർ. ചിലപ്പോൾ ഇൻവിജിലേറ്റർ പറയുകയാണ് നിങ്ങൾ വാച്ചൊന്നും കയറ്റണ്ട, ഞാൻ എന്ത് ചെയ്തോളാം, പറഞ്ഞു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാർണിംഗ് ബെല്ല് വരും എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒബ്ജക്റ്റ് ചെയ്യാനായിട്ടുള്ള വേറെ വഴിയൊന്നുമില്ല. അതാണ് അവർ പറയുന്നതെങ്കിൽ അതിനനുസരിക്കുക. എനിക്ക് വാച്ച് വേണം എന്നുള്ള രീതിയിൽ വാശി പിടിക്കാൻ നിൽക്കരുത്. വാച്ച് വേണ്ടെങ്കിൽ വേണ്ട. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എക്സാം മെറ്റീരിയൽ. യൂസ് ഓൺലി എ ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ ടു ഫിൽ ദ OMR ഷീറ്റ്. നമ്മൾ ചിലപ്പോൾ ബ്ലൂ പെൻ ആയിരിക്കും, ചിലപ്പോൾ ബ്ലാക്ക് പെൻ ആയിരിക്കും കൈപിടിക്കുന്നത്. ദയവ് ചെയ്ത് ഒരു OMR ഷീറ്റിൽ തന്നെ എന്ത് ചെയ്യരുത്, 2 കളർ കൊടുക്കരുത്. ചിലപ്പോൾ കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, ആദ്യത്തെ പാർട്ട് നീല കളറിൽ കൊടുത്തു, ബ്ലൂ പെൻ ഉപയോഗിച്ചു, സെക്കൻഡ് പാർട്ടിൽ എന്നാൽ ബ്ലാക്ക് പെൻ ഉപയോഗിക്കാം. അങ്ങനെ ചെയ്യരുത്. നമ്മുടെ OMR ഷീറ്റിൽ എന്ത് മാത്രമേ കാണാൻ പാടുള്ളൂ, ഒരു ഇങ്കില് മാത്രമേ ആൻസേഴ്സ് മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ബ്ലൂ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ എൻറ്റയർ പ്രോസസ്സിന് എന്ത് ചെയ്യാം, ബ്ലൂ ബോൾ പോയിന്റ് പെന്നാണ് ഉപയോഗിക്കേണ്ടത്. പകുതിക്ക് വെച്ച് എന്താക്കാൻ പറ്റില്ല, ബ്ലാക്ക് ആക്കി മാറ്റാനായിട്ട് പാടില്ല. ഇനി എക്സാമിന് സാധാരണഗതിയിൽ നമ്മൾ പുതിയ പേന മേടിച്ചിട്ടാണ് കൊണ്ടുപോവുക. അപ്പോൾ പുതിയ പേന എന്ന് പറയുമ്പോൾ അതിന് ചെറിയൊരു മിനുസക്കുറവ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തലേ ദിവസം തന്നെ പേനയൊക്കെ ഒന്ന് വരച്ച് സെറ്റാക്കി വെക്കുക. അത് തെളിയുന്നുണ്ട്, അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുക. പെന്നിന്റെ കാര്യം രാവിലെയല്ല തീരുമാനിക്കേണ്ടത്, തലേ ദിവസമാണ്. ഇനി എക്സാമിനേഷൻ റൂൾ ഉണ്ട്. ഇവിടെ ഹാൾ ടിക്കറ്റിൽ നിങ്ങൾ ഒന്നും തന്നെ എഴുതാൻ പാടില്ല. ഇപ്പോൾ ഹാൾ ടിക്കറ്റിന്റെ പുറകുവശം ഫ്രീ ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അന്ന് അത് ഫ്രീ ആണല്ലോ, അതിന്റെ പിന്നിൽ കുറച്ച് കലാവിരുതാവാം, അല്ലെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു നോക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. ഹാൾ ടിക്കറ്റ് നമുക്ക് ആവശ്യമുള്ളതാണ്. എക്സാമിന്റെ റിസൾട്ട് വന്ന് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് അതിൽ കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഈ ഹാൾ ടിക്കറ്റ്. അപ്പോൾ അത് സൂക്ഷിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഹാൾ ടിക്കറ്റിൽ നിങ്ങളുടെ സൈൻ ഒഴികെ വേറെ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യരുത്, കൊടുക്കാനായിട്ട് പാടില്ല.
ഇനി എക്സാമിനേഷൻ പാറ്റേൺ നമ്മൾ പറഞ്ഞു 150 ചോദ്യങ്ങൾ, 150 മിനിറ്റ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ചോദ്യത്തിന് 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഇംഗ്ലീഷിലെ ചോദ്യമാണ് ഫൈനലായിട്ട് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് മലയാളം വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് വായിക്കണം. ഇംഗ്ലീഷിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരങ്ങൾ വരിക. ഓക്കെ, പിന്നെ വരുന്നതാണ് ഇമ്പോർട്ടൻറ്റ് ചെക്ക് ഓൾ ഡീറ്റെയിൽസ്. നമ്മൾ OMR ഷീറ്റ് ഫിൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ലപോലെ വായിച്ച് നോക്കണം. തെറ്റുകൾ വരുത്താനായിട്ട് നിൽക്കരുത്. OMR ഷീറ്റിൽ, ആൻസർ ഷീറ്റിൽ യാതൊരു കാരണവശാലും തെറ്റുകൾ വരുത്തരുത്. ഫില്ല് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇൻവിജിലേറ്റർ നമുക്ക് നിർദ്ദേശങ്ങൾ തരും, അതിനനുസരിച്ച് മാത്രം ഫില്ല് ചെയ്താൽ മതി. ഇനി ഹാൾ ടിക്കറ്റിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ പേര്, നമ്മുടെ എക്സാം സെൻറ്റർ, ഡേറ്റ്, ടൈം ഇതെല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, കൃത്യമായ രീതിയിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക, പരീക്ഷാ ഭവന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ പ്രോബ്ലം ഇൻഫോം ചെയ്യാം. അപ്പോൾ എക്സാമിൻ്റെ അന്ന് രാവിലെ ഹാൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് വായിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ മിസ്മാച്ച് കാണാം. ഞാൻ എക്സാമിന് അപ്ലൈ ചെയ്തത് കാറ്റഗറി 1 ആണ്, പക്ഷേ ഹാൾ ടിക്കറ്റ് വന്നത് കാറ്റഗറി 2 ആണ്. അപ്പം അങ്ങനെ മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് മുൻകൂട്ടി തന്നെ എന്ത് ചെയ്യാനായിട്ട് പറയുന്നത്, ഹാൾ ടിക്കറ്റ് എടുക്കുക, അത് വായിച്ചു നോക്കുക, അതിൽ കൊടുത്തിട്ടുള്ള പേര്, ഡീറ്റെയിൽസ്, എക്സാം സെൻറ്റർ കാര്യങ്ങളൊക്കെ, ഡേറ്റ്, എക്സാം സെൻറ്റർ ഡേറ്റ് അതൊക്കെ ഒന്ന് തന്നെയാണെന്ന് ഉറപ്പാക്കുക. മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം, ഹെൽപ്പ് ലൈൻ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യണം, പ്രശ്നം പരിഹരിക്കണം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നല്ല കുട്ടികളായിട്ട് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഒന്ന് ഓർത്തെടുത്ത് എക്സാമിന് പോവാം. ഇനി തലേ ദിവസം ഉറക്കമില്ലാതെ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് തയ്യാറെടുക്കുന്ന ചില കുട്ടികളുണ്ട്. അവരുടെ അടുത്ത് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ ഹെൽത്താണ് എല്ലാത്തിൻ്റെയും ബേസ്. ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും മെൻ്റൽ ഹെൽത്തിനെയും ബാധിക്കും. അതുകൊണ്ട് എക്സാമിൻ്റെ തലേ ദിവസം രാത്രി ഇരുന്ന് ഉറക്കമില്ലാതെ എന്ത് ചെയ്യണ്ട, നിങ്ങൾ കുത്തിയിരുന്ന് പഠിക്കണ്ട. നല്ല രീതിയിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അതുവരെ പഠിച്ച കാര്യങ്ങൾ നമുക്ക് പിറ്റേ ദിവസം രാവിലെ നല്ല രീതിയിൽ റിമെമ്പർ ചെയ്യാൻ പറ്റും. അപ്പം ഇന്ന് രാത്രി ഞാൻ പഠിച്ചു തീർക്കാൻ വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അത് ഇന്ന് രാത്രി തന്നെ തീർക്കണം എന്നുള്ള രീതിയിൽ നിൽക്കരുത്. ഇവിടെ ഹെൽത്ത് പ്രധാനമാണ്. തലേ ദിവസം, അതായത് നമുക്ക് ഞായറാഴ്ചയാണ് എക്സാം വരുന്നത്, 21-ാം തീയതി. അപ്പോൾ തലേ ദിവസം എന്ത് ചെയ്യാം, പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക. ഇപ്പം കട്ടിയുള്ള ഭക്ഷണ സാധനം അല്ലെങ്കിൽ ഇതുവരെ കഴിക്കാതെ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിറ്റേ ദിവസം രാവിലത്തേക്ക് അതെന്തെങ്കിലും നമുക്ക് സ്റ്റൊമക്കിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. നല്ലപോലെ വെള്ളമൊക്കെ കുടിച്ച് തലേ ദിവസം നല്ല പ്രിപ്പയർ ആവുക. എനിക്ക് പറ്റും, ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ വരുള്ളൂ, എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് അവനവനോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ പ്രിപ്പറേഷൻ അവസാന ഘട്ടത്തിൽ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. ഇതുവരെ നമ്മളൊരു 3-4 മാസമായിട്ട് പഠിച്ച കാര്യങ്ങൾ ഒരു 2.5 മണിക്കൂർ നേരത്തെ എക്സാം കൊണ്ട് വിലയിരുത്താൻ പോവുകയാണ്. അപ്പം ആ ഒരു സമയത്ത് ടെൻഷനും കാര്യങ്ങളും വന്നിട്ട് ഇത്രയും നാളത്തെ നമ്മുടെ പരിശ്രമം എന്ത് ചെയ്യരുത്, വെള്ളത്തിൽ വരച്ച വര പോലെ ആക്കരുത്. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത കുട്ടികൾക്ക് ഉറപ്പായിട്ടും അതിനുള്ള റിസൾട്ട് കിട്ടും. അതൊരു പ്രകൃതി നിയമമാണ് അല്ലേ. നമ്മൾ എത്രത്തോളം ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുവോ അപ്പോൾ പ്രകൃതിയും കൂടെ നമ്മുടെ കൂടെ വരുമെന്നാണ് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടാൻ ടെൻഷൻ ആവരുത്, നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക, നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നല്ല രീതിയിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിമെമ്പർ ചെയ്യുക. വേറെ ബാക്കിയുള്ള കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്ത് അയ്യോ അത് ഞാൻ പഠിച്ചില്ല, ഇത് ഞാൻ പഠിച്ചില്ല എന്നുള്ള രീതിയിൽ ഓവർ ടെൻഷൻസോ വറീസോ ഒന്നും വേണ്ട. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല രീതിയിൽ എല്ലാവർക്കും എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ, നല്ല രീതിയിൽ പഠിച്ച കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും എന്താ പറയുന്നത്, ഈ വരുന്ന കേട്ടിട്ട് തന്നെ നല്ല രീതിയിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. വരും വീഡിയോസിൽ നമുക്ക് കേട്ടറ്റിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സും ടീച്ചിങ് എക്സാംസിനെ കുറിച്ചൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.